ഹലോ ഗായ്സ്, വെൽക്കം ടു ചിൽ വിത്ത് വില്ലേജ് ഫസ്റ്റ് ബ്ലോഗ്. അപ്പോൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്താണ്. ബാക്കി പോകെ പറയാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പോകെ പറയാം. എനിക്ക് ബ്ലോഗൊന്നും എടുക്കാൻ അറിഞ്ഞൂടെ, ആദ്യമായിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് ബാക്കി പോകുന്ന വഴി പറയാം. നമ്മളിവിടെ PWD ഗസ്റ്റ് ഹൗസിലാണ് ചായ കുടിക്കാൻ കയറിയതാണ്. ഇവിടെ നിന്ന് ആദ്യമേ വെളിയം ബിയർ, വെളിയത്ത് പോയിട്ട് അവിടെ നിന്ന് കുറേ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്ന് ചതയമംഗലം, എന്നിട്ട് പിന്നെ തിരുവനന്തപുരം. ബസ് വന്നിട്ട് ഇവിടെ നിന്ന് 8:30 8 മണിക്കാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ ബാഗ് പാട്ടിടെന്ന് പറയാൻ വേണ്ടി ഫോണും കൊണ്ട് അവിടെ പോയി ഇരിക്കണം. പാട്ടിടണം. ഇവിടെ ബാഗ് എടുക്കൽ ചടങ്ങ്. എല്ലാരും പോട്ടെ. അയ്യോ, തിരുവനന്തപുരം എത്തി ഗൈസ്. അങ്ങനെ പോയി ഡിക്കിന്ന് ബാഗ് എടുത്തിട്ട് ഞങ്ങൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് രാത്രിയിൽ കടക്കേണ്ടത്. വൈകുന്നേരം ഇവിടുന്ന് പോകണം. ഇനി വൈകുന്നേരം 3 മണിക്കാണ് ഇവിടുത്തെ പരിപാടി, മാർച്ച് പാസ്റ്റ് പരേഡ്. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു മാലയൊക്കെ ഇട്ട് വന്നു ക്യാപ്റ്റനെന്നും പറഞ്ഞ്. മാലയിടുന്ന ഫോട്ടോയൊക്കെ ആഡ് ചെയ്യാം അടുത്തതിനകത്ത്. പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു എനിക്ക് അറിഞ്ഞത്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം തീരാറായില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. 3 മണിയാകുമ്പോഴത്തേക്ക് പാസിംഗ് ഔട്ട് പരേഡ് തുടങ്ങും. ഉള്ള ജേഴ്സിയാണ് ഇന്ന് നാളെ ഇടേണ്ടതായത്. ഇനി ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പോകണം. ഇനി ബസ്സിന് അതിനുമേ പോകുള്ളൂ. ബാക്കി പോകെ പറയാം. ഈ ഫോണും പിടിച്ച് ഞാൻ കറങ്ങി നിൽക്കണം, വീഡിയോ എടുക്കാൻ ചെയ്യണം. നീയൊക്കെ എങ്ങനെ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കട്ടെ. ഞങ്ങൾക്ക് മഴയുണ്ട് ഇവിടെ. ആ വാങ്ങാം. ഏതോ വഴിയാ പോണ്ട സ്റ്റേഡിയത്ത്? ഇത്ര ആൾക്കാരിടയ്ക്കും തിരുവനന്തപുരത്ത് ഒടുക്കത്തെ ബ്ലോക്കാ, വല്ലാത്ത ബ്ലോക്ക്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്റ്റേഡിയത്തിന്റെ പേര് എനിക്കറിഞ്ഞൂടാ. നീ അങ്ങനൊക്കെ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. അതാണ് എന്താണ് ഗായ്സ്. കേറിയിരുന്നോ? വിദേശത്തു നിന്നുള്ള ടീമുകൾ അണിനിരക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിന്റെ മുന്നോടിയായി നടത്തപ്പെടുന്ന മാർച്ച് പാസ്റ്റിൽ ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നത് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ കായിക താരങ്ങൾ കൊല്ലം ജില്ലയിലെ ഇൻക്ലൂസീവ് സ്പോർട്സ്, അതിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളാണ് ഏറ്റവും മുന്നിലൂടെ കടന്നു പോകുന്നത്. വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, അദ്ദേഹത്തോടൊപ്പം കേരളത്തിന്റെ പ്രിയങ്കരനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ TR അനിൽ, നിയമസഭാ സാമാജികരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ CK ഹരീന്ദ്രൻ സർ, ശ്രീ ആന്റണി. എല്ലാ പ്രദേശത്തു നിന്നും ഈ ക്യാമ്പസുകളിലേക്ക്, കേരളത്തിൽ ഈ മേള നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാവരും വളരെ സശ്രദ്ധം നിങ്ങളെ വീക്ഷിക്കുകയാണ്. ഏറ്റവും പ്രത്യേകതയുള്ളത് ഇൻക്ലൂസീവാണ് ഈ മേള എന്നുള്ളതാണ്.
ഞങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ ഭാഗമായി നമ്മുടെ ഇവിടുത്തെ മാർച്ച് പാസ് പരേഡൊക്കെ ഇവിടെ ഒതുക്കട്ട തിരക്ക് മാത്രം, ഒള്ളി തിരക്ക്. അവിടുത്തെ മാർച്ച് പാസ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ എൻ്റെ എല്ലാവരും ഞാനായിരുന്നു കൊടി പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഹലോ ഗൈസ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് ഞാൻ 22-ാം തീയതി പകൽ 4 മണിക്കാണ്. ഇന്നലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ചാൽ ഇവിടെ വന്നപ്പോഴത്തെ 8 മണിയായി. പിന്നെ കുളിയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എടുക്കാത്തത്. അതുമാത്രമല്ല, ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്, വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് ഇപ്പോൾ നിർത്തുക. കാരണം ഇപ്പോൾ ഗ്രൗണ്ടിലോട്ട് ഇപ്പോൾ വണ്ടി വരും, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എടുക്കുന്ന ഫോൺ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. പറ്റുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം, അത് ഞാൻ ഇടയ്ക്ക് ആഡ് ചെയ്ത് കയറ്റിക്കോളാം. അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. ബൈ.